എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായത്? ദൈവവുമായി മനുഷ്യനെ അനുരഞ്ജനം നടത്തി നമ്മെ രക്ഷിക്കുവാനാണ് അവൻ വന്നതെന്ന് നമുക്ക് പറയാം. അത് ശരിയാണ്, പക്ഷേ ഉത്തരം പൂർണ്ണമല്ല. നിങ്ങളുടെ പാപങ്ങളെല്ലാം ഒഴിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിന് മനുഷ്യരാശിയെ രക്ഷിക്കാമായിരുന്നു. എന്നാൽ അവൻ അത് ചെയ്തില്ല. അവൻ മനുഷ്യനാകാൻ തീരുമാനിച്ചു. തുടർന്ന് നമ്മെ രക്ഷിക്കുവാൻ മാത്രമല്ല, സ്നേഹിക്കാൻ കൂടിയാണ് മനുഷ്യനായത് എന്ന് കാണിക്കുവാൻ കുരിശിലേറി. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മൾ അവനെ തിരിച്ചു സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം സ്നേഹം എപ്പോഴും അങ്ങനെയാണല്ലോ. അതിനാൽ പിതാവായ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്ന് കാണിച്ചു തരുന്നതിനാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതായത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ. കാരണം പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണല്ലോ വിശുദ്ധി അർത്ഥമാക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഉത്തരവും ശരിയാണ്, പക്ഷേ പൂർണ്ണമല്ല. ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി എന്നതിന് നമുക്ക് നൽകാവുന്ന ലളിതമായ ഉത്തരം കുർബാനയാകുക എന്നുള്ളതാണ്. കാരണം അതാണ് അവൻ്റെ ജനനത്തിൽ കാണുന്നതും അവൻ്റെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ കാണുന്നതും.